നമുക്ക് ഇനിയുള്ള ഈ 30 ദിവസം മാത്രം, ഇന്ന് ക്ലാസ് ഉണ്ട്, നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ തുടങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ നടത്താം. വേണമെങ്കിൽ നാളെയും കൂടി നടത്താം അല്ലേ? തുടർച്ച നാളെ ഉണ്ടാവട്ടെ, നാളെ സ്കൂളിൽ ലീവൊക്കെ ഉള്ള ദിവസമല്ലേ, അപ്പോൾ നാളെ ഉണ്ടാവുന്നു. പിന്നെ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ തുടങ്ങാം. കാരണം കുറേ കുട്ടികൾ വരാൻ ബാക്കിയുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ആളുകൾ കൂടുതൽ ക്ലാസ്സിലേക്ക് വരാൻ. ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടി ബോധ്യമായി തുടങ്ങിയിട്ട്. കാരണം അങ്ങനെ ഒരു 100 രൂപക്ക് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ക്ലാസ് ആർക്കും അങ്ങനെ കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ കൊടുക്കും എന്നൊരു സംശയം കുറെ ആളുകളിലുണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കുക. 100 രൂപ കിട്ടിയാലും വലിയ ബാധ്യത ഉണ്ടാവില്ല എന്ന കാരണത്താലാണ് നമ്മൾ 100 രൂപ മതി എന്ന് പറയാണ്ടേ. കാരണം ഒരുപാട് ആളിലേക്ക് മെസ്സേജ് എത്തുക. പിന്നെ വേറൊരു പ്രത്യേകത, ഒരേ സമയത്ത് നമ്മുടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഒരേ സമയത്ത് 4 എക്സാം നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഒന്ന് ജനറൽ, നമ്മുടെ നാട്ടിൽ തന്നെ മദ്രസകൾക്ക് പൊതുവായിട്ട് ഒന്ന് നടത്തും. അതുപോലെ സ്കൂൾ കലണ്ടർ പ്രകാരം ഒന്ന് നടത്തും. ഇതേപോലെ ഗൾഫിലും എന്ത് ചെയ്യും, ജനറൽ വിഭാഗത്തിൽ ഒന്ന് നടത്തും, സ്കൂൾ കലണ്ടറിൽ ഒന്ന് നടത്തും. എന്ന് വെച്ചാൽ ഒരു കൊല്ലം 4 എക്സാം നടത്തും. ഒരൊറ്റ അധ്യയന വർഷം 4 എക്സാം. ഈ 4 എക്സാം നടത്തുന്ന, എന്നെ കേൾക്കുന്നുണ്ടല്ലോ നന്നായിട്ടില്ലേ? ഇല്ലെങ്കിൽ പറയണം കേട്ടോ. ഒരേ സമയത്ത് 4 എക്സാം നടത്തും ഒരൊറ്റ വർഷം. ആ 4 എക്സാമും നമ്മൾ ശരിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓരോ പാഠഭാഗം പഠിപ്പിക്കാൻ ഒരു പ്രധാന ലക്ഷ്യമുണ്ടാകുമല്ലോ. ഈ പാഠത്തിന് ഇന്ന ലക്ഷ്യമാണ് കുട്ടി നേടേണ്ടത്. അപ്പൊ ആ ലക്ഷ്യം തിരിച്ചറിയണ ഒരു ഉസ്താദിന് എല്ലാ പാഠവും പഠിപ്പിക്കണം, പാഠത്തിലെ എല്ലാ കാര്യവും പ്രാധാന്യത്തോടെ പഠിപ്പിക്കണം. പക്ഷെ എക്സാമിന് സ്ഥിരമായി വരുന്ന ചില ചോദ്യങ്ങളുടെ ഭാഗങ്ങളുണ്ട്. അത് ഈ പറയപ്പെട്ട 2018 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം റെഫർ ചെയ്താൽ മതി. നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയും. മുഴുവൻ മാർക്കെന്ന് മാത്രമല്ല, ടോപ്പ് പ്ലസ് അല്ല ഏറ്റവും മേലുള്ളത്, അത് നമുക്ക് നേടാൻ കഴിയും. അപ്പൊ അതിനു വേണ്ടി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ക്ലാസ് സെഷൻസ് ആരംഭിച്ചിട്ടുള്ളത്. വേറെ രസമുള്ളത് വെച്ചാല്, എൻ്റെ ബന്ധുക്കളായ കുറച്ച് ആളുകൾ, എൻ്റെ പിന്നെ അനിയന്മാരുടെ മക്കള്, പെങ്ങന്മാരുടെ പേരക്കുട്ടികൾ, ഇവരൊക്കെ പാടെയാണ് പഠിക്കാൻ വേണ്ടി എന്നെ ഇരുത്തിയിട്ട്, 5ാം ക്ലാസ്സിലെ കുട്ടികളാണ് അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് നടത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഞാൻ കുറെ മുമ്പ് മദ്രസയിൽ ഉസ്താദ് ആയിരുന്നു, ഇപ്പൊ സ്കൂളിലെ മാസ്റ്ററാണ്. അന്ന് പഠിപ്പിച്ച കുറെ കുട്ടികളുടെ രക്ഷിതാക്കൾ, അന്നത്തെ കുട്ടികൾ ഇന്ന് അവരാണ് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ, അല്ലെങ്കിൽ അവരുടെ തലമുറയിലെ കുട്ടികളൊക്കെ ഇപ്പോഴും വിദ്യാർത്ഥികളായിട്ടുണ്ട്, 5ാം ക്ലാസ്സിലുണ്ട്. അപ്പൊ അവരിങ്ങനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടാണ് 5ാം ക്ലാസ് തുടങ്ങണം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് തുടങ്ങിയത്. അപ്പൊ 5ാം ക്ലാസ്സിൽ വന്ന നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കള് നിർബന്ധിച്ച കാരണത്താലാണ് ഇപ്പൊ 7ാം ക്ലാസ്സും തുടങ്ങുന്നത്. പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട്. എന്ന് വെച്ചാൽ ഇതിനൊരു 50 കുട്ടികളെങ്കിലും മിനിമം വേണം. അപ്പൊ 50 കുട്ടികൾ നമ്മളെ ഗ്രൂപ്പിൽ എത്തിയിട്ടില്ല. 50 കുട്ടികൾ ഇല്ല എങ്കിൽ ഇന്നത്തെ ക്ലാസ്സും നാളത്തെ ക്ലാസ്സും സൗജന്യമായി നടത്തി നിങ്ങൾ അയച്ച പൈസ തിരിച്ചയക്കും. 50 കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് 30 ദിവസത്തേക്ക് കൊണ്ടുപോകുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കും. കാരണം ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന ഉസ്താദന്മാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. ഫുൾ ടൈം എന്നെ കൊണ്ട് എടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ 30 ദിവസം ക്ലാസ് എന്നെ കൊണ്ട് എടുക്കാനും കഴിയില്ല. എന്നാൽ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് സൗജന്യമായിട്ട് ക്ലാസ്സുകൾ നടത്തുകയും ചെയ്യാം. അപ്പൊ പറഞ്ഞു വന്നത്, ഒരുപാട് പേരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ നിങ്ങളും സഹായിക്കണം എന്നാണ് പറഞ്ഞു വന്നത്. ക്ലാസ്സൊക്കെ വിലയിരുത്തി നല്ല ക്ലാസ്സാന്ന് തോന്നി, 5ാം ക്ലാസ് നല്ല ക്ലാസ്സാന്ന് തോന്നിയതുകൊണ്ടായിരിക്കണം നിങ്ങളുടെയൊക്കെ രക്ഷിതാക്കള് ആദ്യമേ പണമടച്ച് നമ്മള് സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. വേറെ കുറെ കുട്ടികളുണ്ട്, അവർക്ക് ലൈവ് ക്ലാസ്സിൽ വരാൻ കഴിയില്ല. ഇന്ന് ഈ സമയത്തൊക്കെ ഒരു മദ്രസയാണ്, പക്ഷെ അവരൊക്കെയാണ് താല്പര്യം കാണിച്ചിട്ടുള്ളത്. 7 to 8 ക്ലാസ് നടത്തി ഇതിന്റെ ലിങ്കുകളൊക്കെ നമ്മൾ ഗ്രൂപ്പിലിട്ടു, അല്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡിങ് സാധനങ്ങൾ ഉണ്ടാവും. റെക്കോർഡിങ് നടക്കുന്നത് കാണുന്നുണ്ടല്ലോ, റെക്കോർഡിങ് നടക്കുന്ന സാധനം ഇത് ഗ്രൂപ്പിലിടുകയും ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ വരാൻ കഴിയാത്ത കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് കാണിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ 30 ദിവസം കൊണ്ട് ഇതുവരെയുള്ള 2018 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ എങ്ങനെയാണ് ക്ലാസ് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാം. ഞാനിപ്പോ ഇന്ന് ഒരു സെഷനായി വെച്ചിട്ടുള്ളത് 7ാം ക്ലാസ്സിന്റെ ദുറൂസാണ്. അപ്പോ ആ ദുറൂസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരിചയപ്പെട്ടു പോരാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് ഏത് സമയത്തും മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കാവുന്നതാണ് കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാവുന്നതാണ്.
ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ? നിങ്ങളെ സമ്മതത്തോടെ ഞാൻ ഓക്കെ. താങ്ക് യു ഷാനു. ക്ലാസ് എങ്ങനെയാണ്? ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞ ക്ലാസ് ഇതുപോലെ ലൈവ് ക്ലാസ് ചെയ്ത് തരും. ഞാനുണ്ടാവും, വേറെ ഉസ്താദ് ഉണ്ടാവും. ഇങ്ങനെ ലൈവായിട്ട് വരും ക്ലാസ്സിൽ. നിങ്ങൾക്ക് ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാം 30 ദിവസം. അപ്പൊ എങ്ങനെയാണ് ആ ചോദ്യങ്ങളൊക്കെ വരിക നിങ്ങൾക്ക് അറിയണ്ടേ? അതൊക്കെ നോക്കിക്കോളൂ. ഇപ്പൊ എങ്ങനെ സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക്? ഓക്കെ, എന്നാ നോക്കിക്കോളി. നമുക്കിതൊന്ന് നോക്കാം. വലുതാക്കട്ടെ കേട്ടോ. കാണുന്നുണ്ടല്ലോ ദുറൂസുൽ ഇഹ്സാൻ. ഇത് ഏതാ വർഷം നോക്കിയേ? 2022 അതിലെ ദുറൂസുൽ ഇഹ്സാനിലെ ചോദ്യങ്ങൾ മാത്രമാണുള്ളത്. നോക്കിക്കോളി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കാം. ദുറൂസുൽ ഇഹ്സാന്റെ 2022 1, ഇനി 2019 മറ്റൊന്ന്, 2019 വേറൊന്ന്. ഇതും രണ്ട് വ്യത്യാസമല്ലേ? 2019 നടന്നത് തന്നെയാണ്. 13/4 ഇതോ 20 അല്ല കാണുന്നുണ്ടല്ലോ. 2019 20ന്റെ അടുത്തത് 2021 2022 വേറെ ഒന്ന്, നേരത്തെ കണ്ടതല്ലാത്ത ഒന്ന്. വേറെ ഗൾഫിൻ്റെത്, KSA ഗൾഫിൽ വന്നത്. അടുത്തത് 2023 2024 വീണ്ടും 2024 വേറെ ഒന്ന്. ഇതൊന്ന് 18ൻ്റെത് കണ്ടോ? രണ്ട് ചോദ്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ ജല്ലാനോമുക്കും ഒക്കെ വേറെ വേറെ ഇനി ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ടുള്ളത്, അനുബന്ധ ചോദ്യങ്ങളായിട്ടുള്ളത്, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വരാനുള്ളത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടോ? ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് ഉണ്ടോ? എന്നാ നോട്ട്ബുക്ക് കിട്ടി നമുക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ചോദിക്കാമല്ലോ. നമുക്ക് ഈ ഒരു ചേർത്തി എഴുതാം. ഉത്തരമുള്ള ഓപ്ഷൻ ഉള്ളതൊന്ന് പരിചയപ്പെട്ടാലോ? നിങ്ങൾ ബുക്ക് എടുക്കി, നിങ്ങളുടെ നോട്ട്ബുക്ക് എടുക്കി. നോട്ട്ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ഉത്തരം മാത്രം എഴുതിയാൽ മതി. തെറ്റി എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല. ഉത്തരം മാത്രം എഴുതാം. ഞാൻ വായിക്കും ചെയ്യാം. കീർത്തി എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഒരു ഉത്തരം. പേനയും പെൻസിലൊക്കെ നോട്ട്ബുക്കൊക്കെ എടുത്തോളി. മുർസലുകൾ, വിവാഹം, നന്ദിയുള്ള ഖൽബ്, 10,000 കോടി, നബിചര്യ. കണ്ടല്ലോ? ഇതിൽ എത്ര ഓപ്ഷൻ ഉണ്ട് നോക്കുകയാണെ? ചോദ്യങ്ങൾ 6 ഓപ്ഷനോ 1 2 3 4 5 6 7 ചോദ്യം. 1 2 3 4 5 6 ചോദ്യം തന്നെ ഉള്ളൂ. 6 ചോദ്യം 6 ഉത്തരവും. അപ്പോ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടാൽ മതി. ഇതാണ് ഈസി. നിങ്ങൾ 5ാം ക്ലാസ്സിൽ എഴുതിയപ്പോൾ നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും. 5 ഉത്തരം അറിയണ കുട്ടിക്ക് 6ാമത്തെ ഉത്തരം നമ്മൾ നോക്കി ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ടാവും. അത് നോക്കി എഴുതിയാൽ മതി. ഏതായാലും നിങ്ങൾ പേന റെഡിയാക്കിയോ? നമ്മൾ 1ാമത്തെ ചോദ്യം എഴുതണ്ട, ഉത്തരം മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. തെറ്റി എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾക്ക് ആരും കാണിച്ചു കൊടുക്കൊന്നും വേണ്ട, തെറ്റിച്ചിട്ട് പേജാറാൻ വേണ്ട. നമ്മൾ ഇന്ന് അത് പഠിക്കും. അപ്പോ 1ാമത്തെ ചോദ്യം ഖുർആനിന്റെ വിശദീകരണമാണ്. ഖുർആനിന്റെ വിശദീകരണമാണ് ഡാഷ്. ഉത്തരാണ് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ ഓപ്ഷൻ ഒന്നും കൂടി വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുർസലുകൾ, വിവാഹം, നന്ദിയുള്ള ഖൽബ്, 10,000 കോടി, നബിചര്യ. ഉത്തരം എഴുതിയോ? മതി. 2ാമത്തെ ചോദ്യം സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചു ആര്? സ്വഹാബികൾക്ക് മുമ്പിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചു ആര്? കണക്കിന്റെ മാഷാണെങ്കിൽ ഇതിൽ ഓപ്ഷനിൽ കാണില്ല അല്ലെ? കണക്കിന്റെ മാഷ് നേർരേഖ പഠിപ്പിച്ചു. അതിൽ ഉത്തരം പറയണ്ട, ഞാൻ തമാശ പറഞ്ഞു. എഴുതി. വെരി ഗുഡ്. 3 അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് ഡാഷ്. അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് ഡാഷ്. എഴുതി. വെരി ഗുഡ്. കുടുംബത്തിന്റെ തുടക്കം. കുടുംബത്തിന്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുർസലുകൾ, വിവാഹം, നന്ദിയുള്ള 10,000 കോടി, നബിചര്യ. വെരി ഗുഡ്. ഈസി അല്ലേ? 4. ഇനി 5ാമത്തത്
നാലു കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു. അതിൽ ഒന്നാണ് ഡാഷ്. നാലു കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു. അതിൽ ഒന്ന്. വെരി ഗുഡ്. ആറാമത്തത് വേഗം കണ്ടു. 5 ഈസി ആയപ്പോ ആറാമത് ഉത്തരം തന്നെ കാണുന്നുണ്ടാവും. ചോദ്യം കൂടി വായിക്കണ്ട അല്ലെ. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം. അതും കിട്ടിയില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് ആ ചോദ്യം ഒന്ന് ഉത്തരങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം. ഖുർആനിന്റെ വിശദീകരണം ഏതാ? വെരി ഗുഡ്. ശരിട്ടെടുക്ക്, വലിയ ശരിട്ടെടുക്ക്. സ്വഹാബികൾക്ക് മുന്നിൽ ഒരു നേർരേഖ വരച്ചു കാണിച്ചു. ആര്? അൽഹംദുലില്ലാ. അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് ആര്? മുർസലുകൾ. കുടുംബത്തിന്റെ തുടക്കം വിവാഹം. 4 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഇരുലോക നന്മ അവന് നൽകപ്പെട്ടു. അതിൽ ഒന്ന് നന്ദിയുള്ള കൽബ്. നമുക്കൊക്കെ ഉണ്ട് അല്ലേ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അങ്ങനെ അൽഹംദുലില്ലാ പറയാനുള്ള മനസ്സുണ്ടായാൽ തന്നെ അതായി. മസ്ജിദുൽ ഹറാമിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം 10,000 കോടി. അതല്ലാത്ത ബാക്കിയുള്ള ഉത്തരം കഴിഞ്ഞു അല്ലെ? അപ്പൊ ഈ 6 ചോദ്യത്തിന് ഉത്തരം കിട്ടി. 6ഉം ശരിയായ ആൾക്കാരൊന്ന് കൈ പൊക്കിക്കാണി, ഒന്ന് കാണട്ടെ ഞാന്. വെരി ഗുഡ്, വെരി ഗുഡ്. മതി. കണ്ടു. ഇന്ന് രണ്ടാമത്തെ ഈ ചോദ്യത്തിലെ ഓപ്ഷൻ നോക്കുക. നമുക്ക് രണ്ടാമത്തെ ചോദ്യ പേപ്പറിൽ ശരി അടയാളപ്പെടുത്തുക. അതും ഇതും കൂടി നോക്കാം. ശരി എടുത്തെഴുതാന്നുള്ളതും കൂടി ഉണ്ട്. രണ്ടും കൂടി നോക്കാം. ഖുർആനിന്റെ വിശദീകരണമാണ് ഡാഷ്. കണ്ടോ? മദ്ഹബ് നബിചര്യ. ഉത്തരം വിളിക്കരുത് കേട്ടോ. വിളിച്ചു പറയരുതേ. ഇപ്പൊ വിളിച്ചു പറയല്ലേ. സമയം കഴിഞ്ഞ് നമുക്ക് വിളിച്ചു പറയാം. അവിടെ കണ്ട സെയിം സാധനം ഇവിടെ വന്നല്ലോ. അതന്നെയാണ് പ്രത്യേകത. എഴുതി. രണ്ടാമത്തെ ചോദ്യം. മുഅ്മിനിന്റെ ആയുധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മുഅ്മിനിന്റെ ആയുധം നാവ്. മിണ്ടണ്ട. ഉത്തരം വിളിക്കുന്നില്ലല്ലോ അല്ലെ? ഓക്കെ, വെരി ഗുഡ്. 3. ദീനിന്റെ ശിആറുകളെ ആദരിക്കൽ. മിനന്നൗമി മിനത്തഖ്വ. ഉത്തരം മാത്രം എഴുതിയാൽ മതി. രണ്ടാമത്തെ ഓപ്ഷൻ ഒന്നും വേണ്ട നമുക്ക് കേട്ടോ. 4. വിശ്വാസപരമായ ത്വരീഖത്തിൽ പെട്ടത്. അശ്അരി ഷാഫിഈ. വിശ്വാസാണ് അശ്അരി ഷാഫിഈ. ഓക്കെ, ഓക്കെ. 5ാമത്തെ ചോദ്യം. ഇഹപര വിജയം നേടാൻ കഴിയുന്നത്. അൽ ജൂഅ് അൽ ഇസ്തിഗ്ഫാർ. ഇഹപര വിജയം. ഓക്കെ, വെരി ഗുഡ്. എല്ലാരും കഴിഞ്ഞല്ലോ? ഞാൻ ഇനി ഒന്നും കൂടെ വായിക്കണം? വേണ്ട. വെരി ഗുഡ്. ഖുർആനിന്റെ വിശദീകരണം ഏതാ ഉത്തരം? അവിടെ വന്ന സെയിം ചോദ്യം ഇവിടെ തന്നെ വന്നിക്കാണ് അല്ലേ? ഇവിടെ ഖുർആനിന്റെ വിശദീകരണം പറഞ്ഞു, അവിടെ അതേ ചോദ്യം വന്നു. സെയിം സാധനം. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിയാ ഉത്തരം മുഴുവൻ കിട്ടൂലേ? അതിനാണ് ഈ ട്രെയിനിങ് പറഞ്ഞത് കേട്ടോ. ഉസ്താദ്മാര് പഠിപ്പിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഉള്ളിൽ ആക്കി തരിക എന്നുള്ളതാണ്. മനസ്സിന്റെ ഉള്ളിൽ ആക്കി തരിക. അതിനുള്ള ക്ലാസ് ആണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. രണ്ടാമത്തെ ചോദ്യം. മുഅ്മിനിന്റെ ആയുധമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏതാ? അല്ലേ? നാവാണെങ്കിലോ ആകെ പണി പാടും അല്ലേ? നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ആയുധം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ മുറിവാക്കണ ആയുധമായിട്ട് മാറും അതല്ലേ? 3. ദീനിന്റെ ശിആറുകളെ ആദരിക്കൽ. അല്ലെങ്കിൽ നമ്മൾ പള്ളി കയറിയാൽ നമ്മളൊക്കെ ഒച്ച ഉണ്ടാക്കൂലേ? പള്ളി കയറിയാൽ നമ്മള് നമ്മളെ ചങ്ങായിമാരൊക്കെ പാടെ ഒച്ചമുളി ഉണ്ടാക്കി കളിച്ചിലില്ല അവിടെയൊക്കെ. അതുപോലെ ഉള്ളിൽ എന്തില്ല? തഖ്വ ഇല്ല എന്നുള്ളതാണ്. എന്താ മിനന്നൗമിന്റെ അർത്ഥം എന്താ? നൗമ് പ്രഭാതം, ഉറക്കം. ഉറക്കാണ് മിനന്നൗമി എന്നാണ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി തരുന്നത്. ഉറക്കത്തിൽ നിന്നാണ് അല്ലെ? മിനത്തഖ്വ. തഖ്വന്റെ അടയാളമാണ്
അള്ളാഹിന്റെ ഷിആറുകളെ ആദരിക്കുക. പള്ളിനെ ബഹുമാനിക്കണം. അവിടെ പോയിട്ട് നമ്മൾ ഒച്ച ഉണ്ടാക്കാൻ പറ്റൂല അല്ലെ. മുസാഫിനെ നോക്കണം. ഒന്നുമില്ല, തൊടാൻ പാടില്ല. ഇടക്കൊക്കെ മുസാഫ് എടുത്ത് ഓതണം. ഇടക്കെന്നല്ല, ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഓതണം. അങ്ങനെ ദീനിന്റെ ഷിആറുകളാണ് ഈ പറയപ്പെട്ടതൊക്കെ. അതിനൊക്കെ ബഹുമാനിക്കുക എന്നുള്ളത് തഖ്വന്റെ ഭാഗമാണ്. 4-ാമത്തെ ചോദ്യം, വിശ്വാസപരമായ ത്വരീഖത്തിൽപ്പെട്ടത്? ഷാഫി. അല്ല, അശ്ശരി. നമ്മൾ ഷാഫി മദബിന്റെ ആൾക്കാരാണ്. പക്ഷെ ഫിഖ്ഹാണ് ഷാഫി മദബ്. വിശ്വാസാണ് ചോദിച്ചത്, അഖീദ ചോദിച്ചത്. അതേതാ? അശ്അരിയാണ് കേട്ടോ. അശ്അരി. ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ. ഒന്നും കൂടി പറഞ്ഞാണ്, ആ ചോദ്യം വായിച്ചാണ്. വിശ്വാസപരമായ തരീഖത്ത് അശ്അരി. പറഞ്ഞാണ് ഒന്നും കൂടി. വിശ്വാസപരമായ ഒന്നും കൂടി പറയും. വിശ്വാസപരമായ ത്വരീഖത്ത് അശ്ശരി. ഷാഫി ഫിഖാണ് കേട്ടോ. ഫിഖാണ് ഷാഫി മദ്ഹബ്. റെഡിയായ? അത് ഉറച്ച മനസ്സിലോ? അഖീദ അശ്അരി. ക്ലിയർ ആയോ? അടുത്തത് 5-ാമത്തെ, ഇഹപര വിജയം നേടാൻ കഴിയുന്നത്? ഇഹപര വിജയം. ഇസ്തിഗ്ഫാർ ഉണ്ട്, ജൂഅ ഉണ്ട്. ഏതാ ഉത്തരം? ഉറപ്പാ. എന്നാ ബുക്ക് എന്ന് പറഞ്ഞാണ് ഏത് പേജിലാ കാണേണ്ടതെന്ന് പറഞ്ഞതാണ്. ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് എന്ന് മറിച്ചൊക്കെയാണ്. അല്ല, ഇസ്തിഗ്ഫാർ ഹെഡിങ് നോക്കി, അത് കാണുന്നുണ്ടോ നോക്കി. ഉണ്ടോ? ഉണ്ട്. എന്നാ ആ ഭാഗം വായിച്ചാണ്. ആ ഭാഗം വായിക്കും. വായിക്കും മനുഷ്യന്മാരെ. എവിടെയാണ്? അത് എന്നോടേക്കല്ലേ. ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠത്തിൽ ചോദ്യമായിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ഉസ്താദ് തന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠഭാഗങ്ങളിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പലിനെ തേടലുണ്ട്. പിന്നെ എന്നാ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. ആ പാഠം തന്നെ വായിച്ചു നോക്കാം, ഇസ്തിഗ്ഫാർ എന്നുള്ള പാഠം. എന്നാ ഞാൻ ഈ ഷെയറിംഗ് ഒന്ന് ഓഫാക്കാം. ഓക്കെ, എന്നാ ആ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. എടുക്കി പാഠഭാഗം എടുക്കി. എടുത്തു. ഇനി ഒന്ന് ആരാ വായിക്ക? മിഥിലാജ് വായിക്കോ? ആയിക്കോട്ടെ. എന്നാ മിഥിലാജ് തുടങ്ങിക്കോളി. ഇസ്തിഗ്ഫാർ ചെയ്യാൻ ആജ്ഞാപിക്കുന്നതും അതിനാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അറിയിക്കുന്നതുമായ നിരവധി ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങളെ സൗണ്ട് പോയാന്ന് തോന്നുന്നു മോളോ. സൗണ്ട് കേൾക്കണില്ല. എന്ത് പറ്റിയെന്നാ? വായിക്കാത്തോണ്ടാ? എന്നായിക്കോട്ടെ. ആരടുത്ത് ആര് വെക്കണോ? മിഥിലാജ്, സുഹ്റ വായിക്കും. എന്നാ വായിക്കും. ഇസ്തിഗ്ഫാർ ചെയ്യാൻ
ആജ്ഞാപിക്കുന്നതിനും അതിലുണ്ടാകുന്ന നേട്ടങ്ങൾ അറിയിക്കുന്നതുമായ നിരവധി ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അള്ളാഹു പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമൻ വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. നിശ്ചയം അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. പൊറുക്കലിനെ തേടുകൊണ്ടിരിക്കുന്ന നിലക്കൊരു സമുദായം അള്ളാഹു ശിക്ഷിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹുവാണേ സത്യം, 70 കൂടുതൽ പ്രാവശ്യം ഞാൻ അള്ളാഹുവിനോട് ഒരു ദിവസം പൊറുക്കലിനെ തേടുകയും തൗബ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് പറഞ്ഞാൽ അവൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് പിന്തിരിഞ്ഞു ഓടിയവനാണെങ്കിലും പോലും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹു തആല പറയുന്നു, ആദം സന്താനമേ, നീ എന്നോട് പ്രാർത്ഥിക്കുകയും എന്നിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നിന്നിൽ നിന്ന് ഉണ്ടായ ദോഷങ്ങൾ ഞാൻ പുറത്തു തരും, ഞാൻ പരിഗണിക്കാതിരിക്കില്ല. ആദം സന്താനമേ, നിന്റെ പാപങ്ങൾ ആകാശം മുട്ടുന്നതാവുകയും പിന്നീട് നീ എന്നോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ഞാൻ നിനക്ക് പുറത്തു തരും, ഞാൻ പരിഗണിക്കാതിരിക്കില്ല. ഇസ്തിഗ്ഫാർ കൊണ്ട് ഇഹ്ബർ വിജയം നേടാം. ആ ഭാഗം മാത്രം വായിച്ചേ, അതൊന്നുകൂടി വായിച്ചേ. ഇസ്തിഗ്ഫാർ കൊണ്ട് ഇഹ്ബർ വിജയം നേടാമെന്ന് നമുക്ക് കഴിയും. അതന്നെ അതേ വാക്കല്ലേ വന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്ന്. തന്നെ ആ ഭാഗം മാത്രം കിട്ടാത്തതുകൊണ്ട് അല്ലേ. വെരി ഗുഡ്. അപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞാണ് ആ ഒരു വരി മാത്രം വായിച്ചാണ്. ഇഹപര വിജയം നേടാൻ വിജയം നേടാൻ അപ്പൊ ഒറ്റ വാക്ക്. അപ്പൊ ആ ഒരു വരിന്റെ അടിയിൽ നിന്നാണ് ആ ചോദ്യം വന്നത്. ഇനി ആ ചോദ്യം കണ്ടാ നിങ്ങൾക്ക് പോയി സംശയിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഇല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വാച്ചിന് അതിയായ സന്തോഷം കേട്ടോ, അതിയായ സന്തോഷം. നമുക്ക് അടുത്തയിലേക്ക് പോകാം, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ വലുതാക്കാം. ഇത് നമ്മൾ നോക്കിയതല്ലല്ലോ, ഇതെല്ലാം നമ്മൾ നോക്കിയത്. ഖുർആന്റെ വിഷയത്തിൽ നമ്മൾ ആദ്യം നോക്കിയേ രണ്ടാമത്തെ അല്ലേ. ഇഹപര വിജയം നേടാൻ കഴിയുന്നതാണ് ഇസ്തിഗ്ഫാർ. ഇനി ഇതില് ശരി അടയാളപ്പെടുത്തുക എന്നുള്ളത് അതുകൊണ്ട് നോക്കിയാലോ, സെയിം സാധനം തന്നെയുള്ളോ. സുബാത്ത നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അബു ഹനീഫ ക്ഷമ, അറഫ നോമ്പ്. റെഡി? ഉത്തരം എഴുതാൻ നിങ്ങൾ റെഡിയാണോ? ഇത് 3 മാർക്കാണ്. 1-ന് 3, 1, 2, 3, 4, 5, 15 മാർക്കിനാണ് ഈ ചോദ്യങ്ങൾ. അല്ലേ, ഈസി ചോദ്യങ്ങളാണ്. ഉത്തരം എഴുതാൻ നിങ്ങൾ ഉത്തരം എഴുതാൻ റെഡി ആയിക്കോളി. ചോദ്യം ഞാൻ വായിക്കാം. 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും. 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും. സുബാത്ത നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അബു ഹനീഫ ക്ഷമ, അറഫ നോമ്പ്. ഉത്തരം കിട്ടി. ഇനി ഞാൻ ഓപ്ഷൻ വായിക്കണ്ടല്ലോ, ചോദ്യം വായിച്ചാൽ മതിയല്ലോ. ഈമാനിന്റെ പകുതിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെല്ലാം ഉത്തരം വിളിച്ചു പറഞ്ഞാൽ പോയടാ, ഉത്തരം വിളിച്ചു തരാൻ പാടില്ല. അത് ബാക്കിയുള്ളവനും കൂടി കിട്ടിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ്. നമുക്ക് ഉത്തരം പറയാനുള്ള സമയം കിട്ടും, അപ്പൊ പറയാം. 3-ാമത്തെ ചോദ്യം വായിക്കട്ടെ. പിഴ അടച്ചു അയൽവാസിയെ രക്ഷപ്പെടുത്തി. പിഴ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് അയൽവാസിയെ രക്ഷപ്പെടുത്തി. ഇങ്ങനെ വായിക്കുമ്പോ തന്നെ കിട്ടൂല്ലേ. 4-ാമത്തെ വായിക്കട്ടെ. ഭർത്താവിന്റെ കോപത്തിലുള്ളവളുടെ ഡാഷ്. ഭർത്താവിന്റെ കോപത്തിലുള്ളവളുടെ ഡാഷ്.
അഞ്ചാമത്തെന്ന് വായിക്കട്ടെന്നാ. വജഅൽനാ നൗമക്കും ഡാഷ്. എഴുതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങളോട് ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഒരു പരീക്ഷന്റെ ഒരു ടെക്നിക്ക്, ദുറൂസിലുള്ള ടെക്നിക്ക് പറഞ്ഞുതരാം. ഇതേപോലെ ഇങ്ങനെ 5 ചോദ്യങ്ങളും 5 ഓപ്ഷനും കണ്ട ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആ ചോദ്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കലാണ്. ആദ്യം ഓപ്ഷൻ വായിക്കണ്ട, ആദ്യം ചോദ്യങ്ങളാണ് വായിക്കേണ്ടത്. അതെന്താ അങ്ങനെ വായിച്ചാലും മെച്ചെന്നൊക്കെ. ആദ്യത്തെ 4 അറബി അല്ലല്ലോ, അറബി മലയാളം അല്ലേ, അല്ലെങ്കിൽ മലയാളം അല്ലേ. അഞ്ചാമത്തെ നോക്കി അറബി മാത്രാണ്. വജഅൽനാ നൗമക്കും. ഇനി മേലെ ഉത്തരങ്ങൾ നോക്കാണ്. അറഫ നോമ്പ് മലയാളം ഉണ്ട്, അപ്പൊ ഏതാകൂല ഉറപ്പാണ്. ക്ഷമ മലയാള വാക്കാണ്. അബു ഹനീഫ അറബി വാക്കാണെങ്കിലും മലയാള വാക്കാണെങ്കിലും സാധ്യത ഉണ്ട്, പക്ഷെ വജഅൽനാ നൗമക്കും ഒരു സാധ്യതയില്ല അല്ലെ. സ്വീകരിക്കപ്പെടുകയില്ല, നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, സുബാത്ത. അപ്പൊ ഉത്തരം അപ്പൊ തന്നെ കിട്ടിയില്ല നിങ്ങൾക്ക്? അതും കിട്ടി. ഇനി അടുത്തത് വരാനുള്ളത് പിന്നെ 2 കൊല്ലത്തെ ദോഷങ്ങൾ പൊറുപ്പിക്കും. ഏതാ? ഈസി, അറഫ നോമ്പാണ് അല്ലെ. 2 കൊല്ലത്തെ നോമ്പ്. ഇനി ഇവിടെ നോക്കി വാക്കിൽ ഓപ്ഷൻ നോക്കാണ്. സുബാത്ത സാധ്യത അല്ല, കാരണം അത് അറബി പോയി. നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, അതും അല്ല. അബു ഹനീഫ 2 കൊല്ലം ദോഷം പൊറുപ്പിക്കുക. ആരാ അബു ഹനീഫ? അത് പറ്റൂല. ക്ഷമ അതും ആകൂല അല്ലെ. പിന്നെ ഏതന്നെ ഉള്ളു ഉത്തരം? അറഫ നോമ്പ്. അപ്പോ പാഠഭാഗം വായിച്ച കുട്ടിക്ക്, ഒരു ഒറ്റ വട്ടം വായിച്ച കുട്ടിക്ക് തന്നെ ഉത്തരം എഴുതാൻ പറ്റും എന്നുള്ളതാണ്. വായിക്കാത്ത കുട്ടിക്കാണെങ്കിൽ പോലും ഈ ഉത്തരം, ഈ 15 മാർക്ക് ആ കുട്ടിക്ക് വാങ്ങാൻ പറ്റുന്നതാണ് എന്റെ അഭിപ്രായം. രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം വായിക്കട്ടെ. അല്ല, രണ്ടാമത്തെ ചോദ്യം വായിക്കാനുള്ളത് ഈമാനിന്റെ പകുതിയാണെന്ന്. ഏതന്നെ? ക്ഷമ. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പോരാന്ന് തോന്നുന്നു അല്ലേ. ഓപ്ഷനൊക്കെ. പിഴ അടച്ചു അയൽവാസിയെ രക്ഷപ്പെടുത്തി. അവിടുന്ന് ഇങ്ങനെ റിവേഴ്സ് വരികയാണ് ഉത്തരം അല്ലെ. നാലാമത്തത് ഭർത്താവിന്റെ കോപത്തിലുള്ളവളുടെ നിസ്കാരം സ്വീകരിക്കപ്പെടൂല. 5 വജഅൽനാ നൗമക്കും സുബാത്ത അല്ലെ. അപ്പൊ നമ്മളാണ് 2019 എക്സാം എഴുതാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ പറയപ്പെട്ട ആദ്യത്തെ 10ഉം ഈ 15 25 മാർക്ക് അവിടെ കിട്ടി, ഉറപ്പിച്ചില്ലേ. ഇനി നമുക്ക് അടുത്ത ചോദ്യ പേപ്പർ നോക്കാം. അതിൽ മുമ്പത്തിൽ എങ്ങനെ ഓപ്ഷൻ ഉള്ളത് ഉണ്ട്? അതില് വ്യക്തമാക്കാം, സാരം എഴുതാം, ആര് പറഞ്ഞു, കണ്ടെത്താം. നമുക്ക് പിന്നെ ഉത്തരം എഴുതാം, വേണ്ട. ഇനി അടുത്ത ചോദ്യ പേപ്പർ. ഇനി നമ്മൾ 2019-20 അടുത്ത ചോദ്യ പേപ്പറാണ്. ഉത്തരം എഴുതാൻ റെഡി ആയിക്കോളി. അല്ലാഹു തആല, നബിചര്യ, ഉലുൽ അസ്മുകൾ, മുർസലുകൾ, ഇൽമിന്റെ മജ്ലിസ്. റെഡിയാണോ? മുർസലുകളിൽ നിന്ന് ശ്രേഷ്ഠരാണ്. ഉത്തരം എഴുതിക്കോളി. രണ്ടാമത്തെ ചോദ്യം, അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ്. എഴുതി. സ്വർഗത്തോപ്പിൽ പെട്ടത്. എഴുതി. അതും എഴുതി. സ്വർഗത്തോപ്പിൽ പെട്ടത്. ഓപ്ഷൻ ഇങ്ങനെ കാണുന്നുണ്ട്, ഉത്തരം നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ട് അല്ലേ. കാണപ്പെടുന്നവയെ കേൾക്കുന്നവർ. കേൾക്കുന്നവർ നല്ല, കേൾക്കുന്നവനാണ്. കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ. അഞ്ചാമത്തെ ചോദ്യം നോക്കി, നമ്മൾ നോക്കി ചിരിക്കുന്ന ചോദ്യം. ഖുർആനിന്റെ വിശദീകരണം. എല്ലാം 3 ചോദ്യ പേപ്പറിലും വന്നു അല്ലേ. നോക്കിക്കോളെ. അപ്പൊ നമുക്ക് നോക്കാം, ഉത്തരങ്ങളിലേക്ക് പോയി നോക്കാം. മുർസലുകളിൽ നിന്ന് ശ്രേഷ്ഠരായവർ ആരാ? ഉലുൽ അസ്മുകൾ. അല്ലാത്ത മുർസലുകൾ ഈ ഓപ്ഷൻ തന്നെ പോയില്ലേ. മുർസലുകൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പോയില്ലേ അല്ലേ. മുർസലുകളിൽ നിന്ന് ശ്രേഷ്ഠരായ മുർസലുകൾ ആവൂലല്ലോ. പിന്നെ ആരാ? അല്ലാഹു തആല ഏതായാലും ആവൂല.
നബിചര്യ അസ്തറിയല്ല. മുർസലുകൾ നമ്മൾ പറഞ്ഞു അവിടെ വന്നു പോയി. ഉത്തരത്തിൽ ചോദിച്ചു തന്നെ ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാവില്ല. ഇൽമിന്റെ മജ്‌ലിസ് അതുമല്ല. അപ്പൊ പിന്നെ അതിന്റെ ഉത്തരവുള്ളൂ ഉലുൽ അസ്മുകൾ തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ അമ്പിയാക്കളെക്കാൾ മഹോന്നതരാണ് മുർസലുകൾ. അത് തന്നെ. കാരണം അള്ളാഹു തആല ഉത്തരാവൂല, നബിചര്യ ഉത്തരാവൂല, ഉല്ലസ്മ പിന്നെയും വരൂല, പിന്നെ ഇൽമിന്റെ മജ്‌ലിസ് ഏതായാലും ആകൂല. റെഡി ആയില്ലേ? സംശയം ഉണ്ടോ? ഇല്ല. സ്കോപ്പിൽപ്പെട്ടത് ഇൽമിന്റെ മജ്‌ലിസ്. വെരി ഗുഡ്, വെരി ഗുഡ്. കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ അല്ലാഹു തആല. അല്ലാഹു തആല. അല്ലാഹു തആല. വെറുതെ ഒരു ചോദ്യം ചോദിക്കാൻ, വെറും കേൾക്കുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലെ കുട്ടീന്റെ ചോദ്യമാകും എഴുതിയിട്ടാണ് 7-ാം ക്ലാസ്സിലെ കുട്ടി അങ്ങനെ ചോദിക്കുന്നത്. കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ എന്ന് പറയും. 5-ാമത്തെ ചോദ്യം, ഖുർആനിന്റെ വിശദീകരണം. അങ്ങനെ കണ്ടപ്പോ തന്നെ ഉത്തരം നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ വരികയായിരുന്നു അല്ലേ? ഇനി ഇവിടെ ഒരു ചോദ്യം ഉണ്ട്, പ്രതിഫലം വ്യക്തമാക്കാന്ന് പറഞ്ഞ 3-ാമത്തെ ചോദ്യം കാണുന്നുണ്ട് നിങ്ങള്? അതിൽ ഒരു ചോദ്യം ഇപ്പൊ നമ്മൾ വന്നതാണ്. ഏത്? അൽഹംദുലില്ലാ. എന്നാ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം നമുക്ക് കേട്ടോ. അൽഹംദുലില്ലാ. മക്കളെ, നിങ്ങൾ കാര്യം ചെയ്യോ, നിങ്ങളുടെ പേരും ജില്ലയും ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുമോ? ഏതൊക്കെ ജില്ലയിലെ ആൾക്കാരുണ്ട് നമുക്ക് അറേഞ്ച് ചെയ്യാലോ. നമുക്ക് 5-ാം ക്ലാസ്സിൽ കാസർഗോഡ് മുതൽ എല്ലാ ജില്ലയിലെ ആൾക്കാരും ഉണ്ട്.
പുറമെ ലക്ഷദ്വീപ് എന്നുള്ള കുട്ടികളുമുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റുക എന്നുള്ളതിനൊരു ഭാഗ്യമാണ്. നിങ്ങളെ പേര്? ഉസ്താദിന്റെ വീട് ഞാൻ എവിടെ? മലപ്പുറത്താണ്. മലപ്പുറത്ത് പനങ്ങാങ്ങര എന്ന സ്ഥലത്ത്. ഇനി നമുക്ക് വേറൊരു ഉസ്താദും കൂടി ഉണ്ട്, നമ്മളെ കൂടെ ഉണ്ട് ഉസ്താദ്. നാളെ ആ ഉസ്താദാണ് ക്ലാസ് എടുക്കുക. ഉസ്താദ് ഇർഷാദ് ഉസ്താദ്, നിങ്ങളെ വീഡിയോ ഓൺ ആക്കിയിട്ട് ക്ലാസ്സിൽ വരാൻ പറ്റുമോ? കുറച്ച് നേരത്തിന് കുട്ടികൾക്കൊന്ന് പരിചയമാവാൻ. ഉസ്താദിനോട് ഇനി പള്ളിയിലാണോന്ന് അറിയില്ല. മുബാറക്ക് സ്ഥലം കൂടി ചെയ്ത മോനെ. മുബാറക്ക് മലപ്പുറം. ഓക്കെ. ഓക്കെ, എന്നാ നമുക്ക് ബാക്കി ചോദ്യ പേപ്പറിലേക്ക് പോവാം. നിങ്ങൾ എഴുതി കഴിഞ്ഞോ? ഉസ്താദ് ടൈപ്പ് ചെയ്യാൻ പറ്റണില്ല. എങ്ങനെ ടൈപ്പ് ചെയ്യാൻ കഴിയണില്ല എന്നാ ഞാൻ പറഞ്ഞത്. എങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് ചെയ്യാനുള്ളത് ആദ്യം ആ 3 പുള്ളി കാണില്ലേ നിങ്ങളെ ഫോണില്? 3 പുള്ളികൾ 3 കുത്തി അയിമ കുത്തുക, അയിമ നിൽക്കുക. അയിമ നിൽക്കുമ്പോ എന്നാ കാണുന്നത്? ഇൻകാൾ മെസ്സേജസ് എന്ന് കാണില്ലേ? അയിമ നിൽക്കിയാ മതി. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ ഇതുവരെ? ഇത് ആവശ്യം തോന്നിയില്ല നിങ്ങൾക്ക്? ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ ഫുള്ള് മാർക്ക് അപ്പൊ കിട്ടൂലേ? കാണാതെ പഠിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല, വേഗം കിട്ടും. ഇത് ചെയ്യേണ്ടത് എന്താ അറിയോ? നിങ്ങളെ ചങ്ങാതിമാർക്ക് വിവരം കൊടുക്കണം. ഓൾക്ക് കഴിയുമെങ്കിൽ നെറ്റൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ഓരോടും ചേരാൻ വേണ്ടി പറയും കേട്ടോ. നിങ്ങൾ ഇന്ന് ഈ ക്ലാസ് ഞാൻ എന്ത് ചെയ്യാ, ഗ്രൂപ്പിൽ ഇതിന്റെ ലിങ്ക് ഇടാം, അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എങ്ങനെയാലും ഇങ്ങനെ ചോദ്യ പേപ്പർ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഏത് കുട്ടിക്കും ഈസി ആയിട്ട് പാഠഭാഗം റിവിഷൻ നടത്താനും പറ്റും, മുഴുവൻ മാർക്ക് നേടാനും പറ്റും. അപ്പോൾ ടോപ്പ് പ്ലസ് അതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളൊക്കെ വാങ്ങണം, എന്നിട്ട് വേണം നിങ്ങളേക്ക് സമ്മാനം എനിക്കും വാങ്ങാൻ. ഇപ്പൊ നിങ്ങൾ ഫീസ് ആകെ 100 രൂപ തന്നാൽ മതി. ടോപ്പ് പ്ലസ് നേടിയിട്ട് നിങ്ങളെ സമ്മാനമാണ്. നിങ്ങൾ തരൂലേ? അല്ലാഹു തആല ആ ഭാഗ്യം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. നമ്മളെ ഫോട്ടോ എങ്ങനെ ഉസ്താദ്മാർ ഇങ്ങനെ ഷെയർ ചെയ്യണം. നമ്മളെ ഫോട്ടോ വെച്ചിട്ട് സ്ക്രീൻ എന്നാണ് പറയേണ്ടത്, ഫ്ലെക്സ് വെക്കണം. റബീഉൽ ലെവലിൽ നമുക്ക് അവരെല്ലാരും കൂടി സമ്മാനം തരുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അങ്ങനെ ഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. നമ്മളിപ്പോ 3 ചോദ്യ പേപ്പർ നോക്കി, അതൊക്കെ സെയിം സാധനങ്ങൾ കണ്ടു. ഇവിടെ താഴെയുള്ള 3 ചോദ്യം നോക്കാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞിരുന്നു. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. പ്രതിഫലം വ്യക്തമാക്കാം. സാധാരണ പള്ളികളിൽ വെച്ചുള്ള നിസ്കാരത്തെക്കാൾ 2, 2, 2, 6 മാർക്കിന്റെ ചോദ്യമാണ്. ഇത് ഏത് പാഠത്തിലാ പറയണെന്നൊക്കെ അറിയോ? ഏത് പാഠാ? ശ്രേഷ്ഠതയുള്ള അല്ലെ? ആ പേജ് ഒന്ന് മറിച്ചാണ് നിങ്ങൾ എല്ലാവരും. ഈ ചോദ്യം നമ്മൾ വേറെ രീതിയിൽ നമ്മൾ നേരത്തെ കണ്ടു. ആ ഭാഗം നിങ്ങൾ പെൻസിലുണ്ടോ? കയ്യിൽ പെൻസിലുണ്ടോ? ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കില്ല. പെൻസിലുണ്ട് കേട്ടോ, പേനോണ്ട് വരക്കരുത്. പുസ്തകത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ബഹുമാനിക്കേണ്ട വസ്തുവാണ്. അതിനെന്ത് ചെയ്യേണ്ട, ബഹുമാനം കുറക്കാൻ പാടില്ല. അതുകൊണ്ട് ആ നോട്ട്ബുക്കിൽ പെൻസിൽ കൊണ്ട് ആ ഭാഗം വരക്കുന്നത്. ആ ഭാഗം ഒന്ന് വായിച്ചു തരും എനിക്ക്. മസ്ജിദുൽ ഹറാം നിസ്കരിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട പള്ളി, അവിടെ നിസ്കരിച്ചാൽ എത്ര കിട്ടും കൂലി? ഏതാ പേജ് നമ്പർ പറയേ? 16. 16. വെരി ഗുഡ്. 16 15 16. 16-ാം പേജാണ്. മസ്ജിദുൽ ഹറാമിൽ 10,000. മസ്ജിദ് നബവിയിലോ? 10 ലക്ഷം. അതാ, അത് 3 ഓപ്ഷൻ വരുന്നുണ്ടല്ലോ.
10 മസ്ജിദുൽ ലക്ഷം. ഹറാമില് ഒരു നിസ്കാരത്തിന് 10,000 കോടി. 10,000 കോടി നിസ്കാരങ്ങളുടെ 10,000 10,000 കോടി. ആ എവിടെ? മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാം അവിടെയാണ് 10,000 കോടി അടിയിൽ വരച്ചില്ലേ. ഇനി അടുത്തത് മസ്ജിദുൽ നബവിയില് 10 ലക്ഷം. 10 ലക്ഷം. വെരി ഗുഡ്. ഇനി മസ്ജിദുൽ അഖ്സ 10,000. 10,000 ഒന്നിനെ നോക്കാണ്. 10,000. അയ്യോ മസ്ജിദ് നബവിയിലും 10,000 മസ്ജിദുൽ അഖ്സയിലും 10,000 അങ്ങനെ ഉണ്ടാവില്ലല്ലോ. 1000. ആ 1,000 ആ 1,000 എന്നാണ്. അപ്പൊ ഒന്നും കൂടി നോക്കി. മസ്ജിദുൽ ഹറാമില് 10,000 കോടി. 10,000 കോടി. മസ്ജിദ് നബവിയില് മദീനത്ത് 10 ലക്ഷം. 10 ലക്ഷം. 10 ലക്ഷം. മസ്ജിദുൽ അഖ്സയില് 1,000. 1,000 എന്നുവെച്ചാൽ 1,000 മാത്രം അല്ലെ. അപ്പൊ 1,000-ഉം 10 ലക്ഷവും കോടിയും. ഓ ഭയങ്കര അല്ലേ. അപ്പൊ അത് മൂന്നും തെറ്റാതിരിക്കാൻ വേണ്ടി പരീക്ഷ തലേന്നൊന്ന് നോക്കണം നിങ്ങൾ കേട്ടോ. ഞങ്ങൾക്കൊരു ഹോംവർക്ക് ആയിട്ട് തരികയാണ് ഇത്. 3 പള്ളിന്റെയും നമ്മളെ പള്ളിന്റെയും നമ്മളെ പള്ളി നാട്ടിലെ പള്ളിക്ക് നിസ്കരിച്ചതിനേക്കാൾ എത്ര കൂലി കിട്ടും എന്ന് ഈ 3 പള്ളിന്റെയും വെച്ചിട്ട് നിങ്ങൾ എഴുതണം. വെക്കൂലേ? ആ അത് അറബി മലയാളത്തിൽ എഴുതിയാൽ ഏറ്റവും നന്നായി കേട്ടോ. ഇല്ലെങ്കിൽ മലയാളത്തിൽ എഴുതിയാലും മതി. നമുക്ക് അടുത്ത ചോദ്യ പേപ്പർക്ക് പോവാം. ഇനി നോക്കി ഇവിടെ നോക്കാണ്. ഈ 7ാമത്തെ ചോദ്യം നോക്കാണ്. ഇതിൽ തന്നെ എഴുതിയിട്ട് ഉസ്താദിന് വിട്ടുതരണോ? എനിക്ക് നമ്മള് ഗ്രൂപ്പിലിട്ടാൽ മതി. നിങ്ങൾ അതേമാതിരി ഇപ്പൊ നമ്മൾ എഴുതുന്നൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് വളരെ പ്രധാനമാണ്. പരീക്ഷയ്ക്ക് പോകുമ്പോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ 3 ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണത്? മസ്ജിദുൽ ഹറാം ആദ്യം എഴുതുക. എന്നിട്ട് ഇവിടെ നമ്മളെ ഗ്രൂപ്പില്ലേ എന്നാ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചാൽ മതി. ഞാൻ ലിങ്ക് അയച്ചത് ഞാനാണ് കേട്ടോ. എന്റെ നമ്പറിലാണ് ലിങ്ക് അയച്ചിട്ടുള്ളത്. അതിലേക്ക് അയച്ചാൽ മതി കേട്ടോ. എന്ത് ചോദിച്ചോളി. ക്യാഷ് ഗൂഗിൾ പേ ആ നമ്പറിൽ അയച്ചാ മതിയാ? അയക്കാം. നല്ല കുട്ടികൾ അങ്ങനെ ചോദിക്കണ ചോദ്യം തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ്. എന്തിനാ 100 റുപ്യ വാങ്ങണ വെച്ചാലേ 100 റുപ്യ കൊണ്ട് ഒന്നും കിട്ടാനല്ല. പക്ഷെ എന്നാലും ഈ കാണുന്ന ചോദ്യം കണ്ടില്ല? മസ്ജിദുൽ ഹറാം കണ്ടോ? മസ്ജിദ് നബവി കണ്ടോ? 10,000 കോടി. മസ്ജിദുൽ ഹറാമിന് നേരെ 10,000 കോടി എന്ന് എഴുതുക. മസ്ജിദുൽ നബവിക്ക് നേരെ 10 ലക്ഷം. 10 ലക്ഷം എന്ന് എഴുതുക. മസ്ജിദുൽ അഖ്സക്ക് നേരെ 1,000 എത്ര എഴുതിയിട്ട് ക്യാച്ച് തരും. അത് ഫോട്ടോ എടുക്കണം. അല്ലെങ്കിൽ ആ എഴുതിയത് എന്തിനാണ് എന്ന് വെച്ചാൽ നാളെ പരീക്ഷ ആണെങ്കിൽ ഇപ്പൊ പരീക്ഷ ഉണ്ടെങ്കിൽ ആ പരീക്ഷന് മുന്നേ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. നിങ്ങൾ 7ാമത്തേക്ക് നോക്കാണ്. 7ാമത്തെ ചോദ്യം അത് ക്ലിയർ ആയില്ലേ മക്കളെ? ക്ലിയർ. 7ാമത്തെ ചോദ്യം നോക്കാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇത് എവിടെങ്കിലും കേട്ടോ? ഷാർ അല്ലേ? നമ്മൾ പറഞ്ഞു പള്ളിക്ക പോണേലൊക്കെ പറഞ്ഞ ആ ഭാഗമാണ്. 3 മാർക്കിന് വേറെ ആയിട്ട് ചോദിക്കണത്. അപ്പൊ ഇപ്പുറത്ത് വന്ന അതേ ചോദ്യം അപ്പുറത്ത് വേറെ രീതിയിലാ വന്നത്. അപ്പൊ അവിടുത്തെ ചോദ്യം ഏത് രീതി ഒരു ചോദ്യത്തിന് കിട്ടിയാല് ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ കഴിയുക എന്നുള്ളതാണ്. ഇപ്പൊ ബാക്കിയുള്ള ഒന്നും നമ്മളിപ്പോ ചെയ്യണില്ല കേട്ടോ. ഒക്കെ നോക്കിയാൽ സെയിം സാധനം തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിക്കാണ്ട് നിങ്ങളെ ചങ്ങാതിമാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിക്കാണ്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി അടുത്ത പേജിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യ പേപ്പർ ഇത് ഏത് വർഷത്തെയാണ്? 2021 ചോദ്യ പേപ്പറാണ്. നോക്കാം. ഉത്തരം എഴുതാൻ നിങ്ങൾ റെഡിയായോ? ഉത്തരങ്ങൾ ശുഹദാ 3 ആകുന്നു, നാവ് സഹാബികൾ 2, അള്ളാഹു, സാലിഹുകൾ. ഇതാണ് ഉത്തരങ്ങൾ. ചോദ്യം ഞാൻ വായിക്കുന്നു. ഉത്തരങ്ങളിലേക്ക് എഴുതാം. ഈമാനിന്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ. ഈമാനിന്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ. ശുഹദാ 3 ആകുന്നു, നാവ് സ്വഹാബികൾ 2, അള്ളാഹു, സാലിഹുകൾ. ഓക്കെ.
ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ അടുത്ത ചോദ്യം നിങ്ങൾ നോക്കി വായിച്ചാക്കാണ്. നമ്മൾ വായിച്ച അതേ ചോദ്യം വന്നിക്കണതാ. സെയിം ചോദ്യം അല്ലേ? സെയിം ചോദ്യം. കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ. ഉത്തരം വേഗം എഴുതിക്കോളി, കണ്ണും ചിമ്പി എഴുതിക്കോളി. ഇത്രേ ഉള്ളു, ഈസി അല്ലേ? 3, സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ. ഉത്തരം കാണുന്നുണ്ട് അല്ലേ? അടുത്തത് നോക്കിയാ അതിനേക്കാൾ ഈസി. നബി തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവരാണ്. എന്തോ ഒരു ഈസിലെ. അൽഹംദുലില്ലാഹ്. ഏറ്റവും വിനാശകരമായ അവയവം. അതും എഴുതി. അപ്പൊ നമ്മള് 5, 2, 10 മാർക്ക് ഈസി ആയിട്ട് കിട്ടി. എന്നാലും ശരി ഇട്ട് കൊടുക്കല്ലേ നമുക്ക്. ഈമാനിന്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ എത്രണ്ണ? അത് ഏതൊക്കെയെന്ന് ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക്? പറഞ്ഞാണ്. 1, അള്ളാഹിനെ അതിന്റെ റസൂലിനെക്കാളും സ്നേഹിക്കുക. അള്ളാഹിനെ വേണ്ടി മറ്റൊരാളെ സ്നേഹിക്കുക. അവനെ തീയിലെറിയുന്നത് എത്ര വരയ്ക്കുന്നോ അതിനേക്കാൾ പോകുന്നതിനെ വരയ്ക്കുക. അപ്പൊ ഒരു കാര്യം ചെയ്യോ, അത് ഏത് ബുക്കിൽ ഏത് പേജിലാണുള്ളത് അറിയാം നിങ്ങൾക്ക്? ഏതാ പേജ് നമ്പർ പറഞ്ഞത്? 1ാമത്തെ പാഠത്തിനുള്ള ചോദ്യമാണ് അല്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? അതിന്റെ അടിയിൽ ഇതേമാതിരി വരച്ചാണ് ഈമാനിന്റെ മാധുര്യത്തെ എത്തിക്കുന്ന 3 കാര്യങ്ങൾ. വരച്ചോ? 3 വരച്ചോ? അപ്പൊ ഇതിലാണ് 2ാമത്തെ ഹോംവർക്ക്. അതേപോലെ ഇപ്പൊ നിങ്ങളുടെ ബുക്കിലില്ലേ 3 കാര്യം അടുക്കടുക്കി പറഞ്ഞേക്കല്ലേ? അറബി അറബി എഴുതിയാൽ മതി, അല്ലെങ്കിൽ മലയാളം എഴുതിയാലും മതി, അർത്ഥം എഴുതിയാലും മതി, ഏതായാലും കുഴപ്പമില്ല. അതിന്റെ അർത്ഥം ഉണ്ടല്ലോ, അത് എഴുതിയാലും മതി, ഞാൻ അറബി എഴുതിയാലും കുഴപ്പമില്ല, ഏതായാലും കുഴപ്പമില്ല. 2 എഴുതാൻ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. നമുക്കിപ്പോ നമ്മൾ എഴുതുന്നത് എന്തിനാന്ന് വെച്ചാല് പരീക്ഷന്റെ നേരം ഉണ്ടല്ലോ, ഒരു അരമണിക്കൂർ മുമ്പ് എല്ലാവരും ഇങ്ങനെ പേജാരെ നിൽക്കുന്ന നേരത്ത് നമുക്കിപ്പോ എന്താ പണി? നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമാണ് ഇപ്പൊ എഴുതി വെക്കണേ. അപ്പൊ നേരത്തെ എഴുതിന് നേരെ താഴെ ഇതും എഴുതുക. അങ്ങനെ നമ്മൾ 30 ദിവസത്തെ 30 ക്ലാസ്സിന് ഇങ്ങനെ റെഡിയാക്കിട്ട് വെച്ചാല് ദുറൂസിന്റെ പരീക്ഷന്റെ നേരത്തേക്ക് ഈ പേപ്പറിന്റെ ഈ ഭാഗം മാത്രം നോക്കിപ്പോയി പരീക്ഷ പേപ്പർ ഉസ്താദ് എടുത്ത് തരുമ്പോ നമുക്ക് ഇങ്ങനെ ഉത്തരം ഇങ്ങനെ കാണാൻ കഴിയുക. ഉത്തരവും ചോദ്യം ഇങ്ങനെ കാണുക. എല്ലാവരും ബേജാറായി നിൽക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എഴുതാൻ കഴിയും. അക്ഷരത്തെറ്റില്ലാതെ കൃത്യമായി എഴുതി ഫുൾ മാർക്ക് നമുക്ക് വാങ്ങണം ഇൻഷാ അല്ലാഹ്. അതിനുള്ള ഒരുക്കാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ കൃത്യമായി പഠിച്ചു. അത് കൃത്യമായിട്ട് എഴുതുക കേട്ടോ. നല്ല വൃത്തിയിൽ എഴുതി വെക്കുന്നുണ്ട്. കാരണം എപ്പോഴാണ് പരീക്ഷ ഇത് നോക്കാന്ന് വെച്ചാൽ നാളെ പരീക്ഷയാണോ ഇന്ന് നോക്കുക, ഇപ്പൊ പരീക്ഷയാണോ അപ്പോഴും നോക്കുക. പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചാനല്ല കേട്ടോ, പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചൊന്നും ആവശ്യം നമുക്കില്ല. കാരണം ഇതൊക്കെ നമുക്ക് നമ്മുടെ മൈൻഡിൽ കയറി അല്ലേ. ഇനി ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കളിന്റെ ഇടയിൽ മറന്നു പോയെങ്കിലോ എന്ന് കരുതിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി വേറെ ചോദ്യപേപ്പറിൽ ഇതേമാതിരി ഈ ചോദ്യം വേറെ രീതിയിൽ കാണാം, അതുകൊണ്ടാണ് നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ 2ാമത്തെ ചോദ്യം കൃത്യമായല്ലോ. 2ാമത്തെ ചോദ്യം, കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ അല്ലാഹു. 2 വട്ടം വന്നു. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവരാണ് ആര്? ശുഹദാക്കള്. വിവിധങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചവർ. ഏറ്റവും വിനാശകരമായ അവയവം 4. 1, 2, 3, 4, 5, 6, 7. ഇവിടെയാണ് ഉസ്താദ്മാര് നമ്മളെ പറ്റിച്ചിരിക്കുന്നത്. 5 ചോദ്യവും 7 ഓപ്ഷനും. ശുഹദാവ് 1, 3, നാവ്, 4 സഹാബികൾ, 2, 5 അള്ളാഹു, സാലികൾ ഒക്കെ ഉണ്ട്. ഇത് നമ്മളെ പറ്റിച്ചിരിക്കണു. സാധാരണ കുട്ടികളെ പറ്റിച്ചിരിക്കണു, പക്ഷെ നമ്മളെ പറ്റിച്ചിട്ടില്ല. നമുക്ക് ഈസിയാ. അതിനിപ്പം പിന്നെ ഈമാനിന്റെ മാധുര്യത്തെ എത്തിക്കുന്ന കാര്യങ്ങൾ അവിടെ കുട്ടികളെ കൺഫ്യൂഷൻ ആക്കാൻ 3, 2 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബേജാറില്ല, 1ാം പാഠാണ് 3 ആകുന്നത്. ഈസി അല്ലേ? കാണപ്പെടുന്നവയെ കേൾക്കുന്നവൻ അല്ലെങ്കിൽ എല്ലാം കേൾക്കുന്നവൻ അള്ളാഹു, സംശയിക്കേണ്ട ഒന്നുമില്ല. സത്യവിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചവർ ശുഹദാ, അതും കുഴപ്പമില്ല. നബി തങ്ങളിൽ ദീൻ പഠിപ്പിച്ചവര്
സ്വഹാബികൾ. പക്ഷെ അവിടെ ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവും, സാലികളാണോ? ആണോ? അല്ല, സ്വഹാബികൾ മാത്രമാണ്. അതെ. ഏറ്റവും വിനാശകരമായ അവയവം നാവ്. അത് നമ്മൾ നേരത്തെ വേറെ രീതിയിൽ ചോദിച്ചു, അപ്പൊ അത് വന്നു അവിടെ അല്ലെ. ഇനി ശരി അടയാളപ്പെടുത്തുന്ന ചോദ്യം നോക്കാം നമുക്ക്. ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം? 6 മണിക്കൂർ. ഉത്തരം എഴുതി ഉത്തരം മാത്രം എഴുതാം, ചോദ്യം ഒന്നും വേണ്ട. ഇൻ കേസ് നമുക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കൃത്യമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് എഴുതി. ഏതായാലും 6 എന്ന് പറഞ്ഞു കഴിഞ്ഞു. 5 ഏതായാലും നമുക്ക് മതിയാവൂല. 6 കിട്ടിയിട്ട് തന്നെ നമുക്ക് മതിയാകണില്ല അല്ലെ. പിന്നെ 4 കൂടി ആണെങ്കിലോ പറയും വേണ്ട. അപ്പൊ 6 മിനിമം നമ്മൾ ഉറങ്ങുന്നുണ്ട്. മുഅ്മിനിന്റെ ആയുധം, മിണ്ടണ്ടല്ല, ഉത്തരം മാത്രം എഴുതിക്കോളെ. രണ്ടാമത്തെ പ്രൊഫഷനാ ചോദ്യം. ഓക്കെ. 3 ചോദ്യ പേപ്പർ നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഈസിയായി. അപ്പൊ നോക്കി മക്കളെ, എല്ലാ ചോദ്യ പേപ്പറും നോക്കിയാൽ നിങ്ങൾക്ക് എത്ര ഈസിയാവും? എല്ലാ വിഷയവും എത്ര ഈസിയാവും? 10 മിനിറ്റ് കൊണ്ട് നിങ്ങളെ പരീക്ഷ കഴിയണം. ലാ യദ്ഖുലുൽ ജന്ന, ലാ യദ്ഖുലുൽ ജന്ന നായിമുൻ ആതിയുൻ മാകിറുൻ. എഴുതി. ഈസി. ഇതിലൊക്കെ 3 ഓപ്ഷൻ ഉണ്ട് എന്നാണ്. ഉണ്ടെങ്കിൽ 10 മാർക്കാണ് അല്ലെ. നോമ്പ് സുന്നത്തുള്ള ദിവസം വെള്ളി, ബുധൻ, വ്യാഴം. അഞ്ചാമത്തെ ചോദ്യം നോക്കാണ് നിങ്ങള്. അതും വന്ന ചോദ്യമാണ് അല്ലെ. 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ്. അപ്പൊ നോക്കിയേ, ഇത്തരം ആകെ നമ്മൾ 10 ചോദ്യം നോക്കിയപ്പോഴേക്കന്നെ വീണ്ടും വീണ്ടും സെയിം സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉത്തരം നോക്കാം നമുക്ക്. ഒരു ദിവസം കുറഞ്ഞത് എത്ര മണിക്കൂർ ഉറങ്ങണം? 6 മണിക്കൂർ. ഇതിന്റെ ആയുധം സലാത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്താ? നിസ്കാരം. സൗമിനർത്ഥം നോമ്പ്. ആയുധം നോമ്പുമല്ല സലാത്തുമല്ല, എന്തെന്നെയാണ്? ദുആ. അല്ലാതെ നമുക്ക് വാളും കത്തിക്കും വേണോ? ഒന്നും വേണ്ട. ലാ യദ്ഖുലുൽ ജന്ന ആര്? ഖാതിഉൻ. എന്താ ഖാതി പറഞ്ഞാല്? ഖാതി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം എന്തായിരിക്കും? എന്തിനെ മുറിക്കണതാ? കുടുംബ ബന്ധത്തെ. കുടുംബ ബന്ധത്തെ മുറിച്ച ആൾക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള ഒരു അവകാശവും ഇല്ല. ഇനി വാക്കർത്ഥം നോക്കാം നമുക്ക്. നായിമുൻ എന്ന വാക്കിനർത്ഥം എന്താ? നൗമ്, നായിമുൻ. ഉറങ്ങുന്നവൻ. മാക്കിറ. മാക്കിറ അറിയില്ല. ബുക്കിലൊന്നും വരാത്തതല്ലേ? കുട്ടികള് അതിന് ആവശ്യമില്ല, പഠിക്കും വേണ്ട. ഇനി അടുത്തത് നോമ്പ് സുന്നത്തുള്ള ദിവസം. വെള്ളിയാഴ്ച ഉണ്ടോ? വ്യാഴം. ഒരു കുഴപ്പമില്ല, സംശയമില്ല അല്ലെ. വെള്ളിയും ബുധനെന്നൊക്കെ വെറുതെ നമ്മൾ തെറ്റിക്കാൻ വേണ്ടി വരികയാണ്. വ്യാഴം വേറൊരു ദിവസം കൂടി ഉണ്ടല്ലോ. ആ ദിവസം ഏതാ? തിങ്കളും വ്യാഴമാണ് സുന്നത്ത് നോമ്പ്. അഞ്ചാമത്തെ ചോദ്യം. 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കുന്ന നോമ്പ്. അതും രണ്ടാമത്തെ വട്ടം വന്നതാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത കൂടി നോക്കാം. ഇവിടെ 4-മത്തെ ചോദ്യം നോക്കണം. ഇതില് 3-ല് 4-മത്തെ ചോദ്യം കാണുന്നുണ്ട് നിങ്ങള്. 3-ല് 4-മത്തെ ചോദ്യം നോക്കാണ്. എന്താ ചോദ്യം വായിച്ചാണ്? 3 വ്യക്തമാക്കാന്നല്ലേ. അതില് 4-മത്തെ ചോദ്യം. ഏതൊക്കെ? നോക്കാണ്. അപ്പൊ നമ്മളിപ്പോ ഹോംവർക്ക് എഴുതിയ സാധനം ഇവിടെ 4 മാർക്കിന് പള്ളിക്ക് പേര് എഴുതിയാൽ മതി. 4 മാർക്ക് അവിടെ കിട്ടും. വേറെ 5-മത്തെ ചോദ്യം നോക്കാണ്. 5-മത്തെ ചോദ്യം നോക്കാണ്. സ്വർഗത്തോപ്പിൽ പെട്ട 2 സ്ഥലം. ഒരു സ്ഥലം നമ്മൾ നേരത്തെ വന്നു. ഏതായിരുന്നു? ഒന്ന് റൗള ശരീഫ്, മാബൈന ഖബരി വ മിംബരി അല്ലേ. വേറെ ഏതാ പറഞ്ഞത്? ഇൽമിന്റെ നേരത്തെ വന്ന ചോദ്യം അല്ലേ. ഈ സാധനം ഇവിടെയും വന്നു.
അപ്പൊ ഇങ്ങനെ നോക്കിയൊക്കെ ഈസി സാധനങ്ങളാണ്. ഇനിയിപ്പോ ഇങ്ങനെ അങ്ങനെ നോക്കിയപ്പോ അവിടെ അപ്പൊ നമ്മൾ പറയണില്ല. ഇപ്പൊ പറഞ്ഞാൽ നോക്കപ്പാടെ പിന്നെ തന്നെ പറഞ്ഞു പറയും, ഈ വടഭാഗത്ത് തന്നെ ഒക്കെ പറഞ്ഞു പറയുന്നത്. അല്ല 7:57 ഇതൊക്കെ ഞാൻ നിർത്തിയാലോ തൽക്കാലം? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് 7:57 8 മണി 1 മണിക്കൂറായി. 1 മണിക്കൂർ പോയി നിങ്ങൾ അറിഞ്ഞിക്കണോ? ഇല്ല ഇല്ല എത്ര പെട്ടെന്ന് കഴിയില്ല. പാഠഭാഗം നമ്മൾ പുസ്തകം എടുത്തിട്ട് വായിക്കാൻ ഇമ്മ പറഞ്ഞാൽ എത്ര നേരം വേണ്ടി വരും? ഉമ്മാക്ക് തന്നെ ഇടങ്ങേറായിരിക്കും. പൊതുപരീക്ഷന്റെ കുട്ടി ഉസ്താദ്മാര് പറഞ്ഞു വായിച്ചാൽ പറഞ്ഞാലൊക്കെ നമുക്ക് വെറുപ്പാണ്. നേരെ ഇവിടെ ഇങ്ങനെ കളി പോലെ ഇങ്ങനെ നിർത്താൻ തോന്നുന്നില്ല. എങ്ങനെ നിർത്താൻ തോന്നുന്നില്ല. അൽഹംദുലില്ലാ അങ്ങനത്തെ കുട്ടികളെ എനിക്കും വേണ്ട. ക്ലാസ് നിർത്താൻ തോന്നുന്നില്ല. പക്ഷെ 8 മണിയായി നിർത്തണം. എനിക്ക് ഇനി കൗൺസിലിങ്ങിന്റെ ക്ലാസ്സും കൂടി ഉണ്ട് 8:30. അപ്പൊ അതിന് മുന്നേക്ക് നിസ്കരിക്കും വേണം. അപ്പൊ അതുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. ഇൻഷാ അള്ളാ നാളെ വേറെ ഉസ്താദ് ഉണ്ടാവും, ഇടയ്ക്ക് ഞാൻ വരും. അപ്പൊ അങ്ങനെ ഉസ്താദ് ഇവിടെ ഉണ്ടോ? ഉസ്താദ് എത്തിക്കണോ? ഉസ്താദ് നിസ്കരിക്കാൻ വേണ്ടി പള്ളികൾക്ക് ജമാഅത്തിന് പോയിട്ടുണ്ടാവും. ഒന്ന് ഞാൻ ഉണ്ടല്ലോ ഇവിടെ, മതി. ഇൻഷാ അള്ളാ ഇങ്ങനെ നമ്മൾ ഓരോ പാഠഭാഗവും ഓരോ വിഷയം നമ്മൾ തീർക്കും. പക്ഷെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു, നമ്മളെ ഗ്രൂപ്പില് നാളെയും കൂടി ഇതുപോലെ ഞാൻ എന്ത് ചെയ്യാം, ഈ സൗജന്യ ക്ലാസ് ഞാൻ ഇട്ട് തരാം. നിങ്ങളെ ചങ്ങാതിമാർക്ക് അയച്ചു കൊടുക്കണം. 50 കുട്ടികൾ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെയും നാളത്തെയും ക്ലാസ്സോടുകൂടെ നിർത്തും. നിങ്ങളെ അയച്ച പൈസക്ക് തിരിച്ചയക്കും കേട്ടോ. അപ്പൊ കുട്ടികൾ ഉണ്ടായെങ്കിലേ നമുക്ക് നടത്താൻ കഴിയുള്ളൂ. കൂടുതൽ ആളുണ്ടാവണം. നല്ല രസമായിട്ട് ഇങ്ങനെ പോവാം. നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾക്ക് തോന്നാത്ത വിധം പാഠഭാഗം ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് പോരാം. പാടും നിങ്ങൾക്ക് മനസ്സിൽ കയറും. നിങ്ങൾക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം ഏതാ? അതൊന്നും സെയിം ചോദ്യങ്ങളാണ് ചോദിക്കുക. അപ്പൊ അതൊക്കെ ഈസി ആക്കാൻ പറ്റുന്ന മാർഗം ഇൻഷാ അള്ളാ ഈ ചോദ്യ പേപ്പറിലൂടെ അങ്ങോട്ട് പോകുമ്പോ ഇടയ്ക്ക് അറിയാതെ ചില ഭാഗങ്ങൾ ഇപ്പൊ നമ്മൾ നിങ്ങളെ കൊണ്ട് ഞാൻ എടുക്കാതെ നിങ്ങൾ ബുക്ക് മറിച്ചു നോക്കി, പേജ് മറിച്ചു നോക്കി, അതിങ്ങനെ മാർക്ക് ചെയ്തപ്പോ പാഠം കുറച്ചും കൂടി രസമായി തോന്നിയില്ലേ? എഴുതി കഴിഞ്ഞ അതേ സാധനം വേറെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴോ നിങ്ങളുടെ മനസ്സിൽ സാധനം ഉണ്ട് താനും. അപ്പൊ 10 വട്ടം വായിച്ച് പഠിക്കുന്നേക്കാൾ രസം ഇങ്ങനെ പോകലായി. അപ്പൊ നമുക്ക് നിർത്താം. അപ്പൊ നാളെ 7 മണിക്കൂർ വരുവാ. മുന്നോട്ട് പോകണം. ഇൻഷാ അള്ളാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ 50 കുട്ടികളെങ്കിലും മിനിമം എന്താണ് ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുമോ എന്ന് മുബാറക്ക ചോദിക്കണം. മുബാറക്കല്ലേ എഴുതിയനെ? മോനുസേ, പാഠഭാഗം എന്നത് ഉസ്താദ്മാര് പഠിപ്പിക്കും. നമ്മൾ അതിലെ പ്രധാന ഭാഗം മാത്രം കവർ ചെയ്ത് പോകും. ഇപ്പൊ നമ്മൾ പാഠം പഠിപ്പിച്ചോ? നിങ്ങൾ പറഞ്ഞത് പാഠം പഠിപ്പിച്ചതേ? ഒരു പാഠമല്ല, ഒരു പുസ്തകത്തിലെ എല്ലാ പാഠത്തിലൂടെയും പ്രധാന ഭാഗത്തിലൂടെ നമ്മൾ പാസ് ചെയ്തു. അപ്പൊ പ്രധാന ഭാഗം എന്ന് പറയാൻ കാരണം അതേ ചോദ്യം പിന്നെയും കാണുന്നുണ്ട്. എല്ലാ ചോദ്യ പേപ്പറും നോക്കിയില്ല, ആകെ 4 ചോദ്യ പേപ്പർ നോക്കിയിട്ടുള്ളൂ. അപ്പോഴേക്ക് നമ്മുടെ സമയം കഴിഞ്ഞു. ഞാൻ അലാറം വെച്ചിട്ടാണ് ക്ലാസ്സുകൾ അറിയാതെ മറന്നു പോയാലോ എന്ന് എഴുതിയിട്ട്. അപ്പൊ നമുക്ക് സലാത്തല്ല. ഇൻഷാ അള്ളാ നാളെയും കാണാം. കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വിട്ടാൽ മതി കേട്ടോ. വിട്ടോളി, നിങ്ങൾ കണ്ടാൽ മതി. ആ പേജാണ് നമുക്ക്. ആ ബുക്ക് കളയരുത് കേട്ടോ. നിങ്ങളെ ബുക്കിന്റെ ദുറൂസിന്റെ ബാക്കി ഭാഗത്തല്ലേ എഴുതിനെ? അതിന്റെ ബാക്കി തന്നെ ഇൻഷാ അള്ളാ നമുക്ക് എഴുതണം. പുതിയ ബുക്കൊന്നും വാങ്ങണ്ട. നിങ്ങളെ നോട്ട്ബുക്കിൽ, മദ്രസ നോട്ട്ബുക്കിൽ കുറെ ബാക്കി ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ ഹോംവർക്ക് എഴുതിന്റെ ബാക്കിയായിട്ട് എഴുതിയാൽ മതി. ഇതാണ് വളരെ പ്രധാനം. നോക്കിയിട്ട് പരീക്ഷയ്ക്ക് ഇത് വേണ്ടിയിട്ട് മാത്രം പഠിക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല, നിങ്ങളെ ചങ്ങാതിമാരായ കുട്ടികൾ ഉണ്ടാവും, ഓല് യത്തീമായ കുട്ടികൾ ഉണ്ടെങ്കിൽ ഓലെ കയ്യിൽ പൈസ 100 രൂപ ഗൂഗിൾ പേ ചെയ്യാണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഈ കുട്ടീനെ ചേർക്കണ മോന്റെ ഒക്കെ ഓൻ യത്തീമായ കുട്ടിയാണെന്ന് മാത്രം പറഞ്ഞാണ് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ. 100 രൂപയാണ്. ആർക്കും കഴിയാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ചങ്ങായിമാരൊക്കെ കൂട്ടിക്കോളി. 100 മാർക്ക് മുഴുവൻ നമുക്ക് വാങ്ങിക്കൊടുക്കാം. പക്ഷെ അതിൽ കുഴപ്പമുണ്ട്. നിങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ എഴുതുന്ന ഉറപ്പ് വേണം. നിങ്ങൾ ഇപ്പൊ ഇന്ന് വന്ന ആൾക്കാർ എന്തിനാ അങ്ങനെ പറയണോ? അക്ഷരത്തെറ്റിന് 1 മാർക്ക് കുറച്ചാല് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, മദ്രസയിൽ സമ്മാനം വാങ്ങേണ്ട ആൾക്കാർ നിങ്ങളാണ്. ടോപ്പ് പ്ലസിന് എല്ലാവരെയും എന്ത് ചെയ്യും, പിന്നെ ഫോട്ടോ ഒക്കെ വരും. സമ്മാനത്തിന് 1 മാർക്ക് കുറഞ്ഞ കുട്ടീനെ സമ്മാനത്തിന് പരിഗണിക്കൂല. അപ്പൊ നിങ്ങൾ അക്ഷരത്തെറ്റില്ലാതെ ഉത്തരം കൃത്യമായി ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചങ്ങായിമാരെ വിവരം അറിയിച്ചാൽ മതി. പറഞ്ഞത് മനസ്സിലായോ?
മനസ്സിലായി. ഇൻഷാല്ല നിങ്ങൾ തന്നെ ഫസ്റ്റ് വാങ്ങണം. നിങ്ങൾ ഫസ്റ്റ് വന്ന കുട്ടികൾക്ക് കിട്ടിയ ആ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. എന്താ മോനെ? എപ്പോഴാണ് ക്ലാസ്? നാളെ ഇൻഷാല്ല 7 മണിക്കും ഉണ്ടാവും കേട്ടോ. കുറച്ചേരം ഞാൻ എടുക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ ക്ലാസ്. 7 മണിക്കാ? 5ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ളത് ഇപ്പോ 5 മണിക്കാണ്. 5ാം ക്ലാസ് 5 മണി മുതൽ 6 മണി വരെ. 7ാം ക്ലാസ് 7 മണി മുതൽ 8 മണി വരെ. വേറെ വേറെ ഉസ്താദുമാരാണ് എടുക്കുക. എനിക്ക് ഒഴിവുണ്ടാകുമ്പോൾ ഞാൻ 2 ക്ലാസ്സിലും വരും ഇൻഷാല്ലാ. എന്നാ പോവാ നമുക്ക്. സലാത്തല്ല ചെല്ല്, എല്ലാരും കൂടി ചെല്ല്. സല്ലല്ലാഹു അലാ മുഹമ്മദ്